കേരളത്തിലെ വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരിക്കടുത്തുള്ള പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും കൂടിച്ചേരുന്ന ഭാഗമായ അമ്പുകുത്തി മലയിലെ 2 പ്രകൃതിജന്യമായ ഗുഹകളാണ് എടയ്ക്കൽ ഗുഹകൾ എന്നറിയപ്പെടുന്നത്. ചെറുശിലായുഗ സംസ്കാര കാലഘട്ടത്തിലെന്ന് കരുതുന്ന ശിലാലിഖിതങ്ങൾ ഈ ഗുഹയിൽ കാണപ്പെടുന്നു. കേരളത്തിൽ ലഭിച്ചിട്ടുള്ള ഏറ്റവും പഴക്കം ചെന്ന ലിഖിതങ്ങൾ ഇവയാണ്. സമുദ്രനിരപ്പിൽ നിന്നും ഏതാണ്ട് 4000 അടി ഉയരത്തിലുള്ള അമ്പുകുത്തി മലയുടെ മുകളിൽ ഒരു വലിയ പാറയിൽ രൂപപ്പെട്ട പ്രകൃതിജന്യമായ വിള്ളലിൽ മുകളിൽ നിന്ന് വീണുറച്ച കൂറ്റൻ പാറയാണ്. ആ ഒരു പാറയുടെ പേരിൽ നിന്നാണ് എടയ്ക്കൽ എന്ന പേര് ഉണ്ടായിട്ടുള്ളത്. മനുഷ്യനിർമ്മിതമല്ലാത്ത ഈ ഗുഹയെ സൃഷ്ടിക്കുന്നത് കേരളത്തിലെ ഏറ്റവും പുരാതനമായ പ്രകൃതിജന്യമായ പ്രതിഭാസത്തിലൂടെ ആയിരിക്കാം എന്ന് കരുതപ്പെടുന്നു. പുരാതനമായ കേരളത്തിലെ ഒരു രാജവംശത്തെപ്പറ്റി സൂചന നൽകുന്ന ശിലാലിഖിതങ്ങൾ ലോക കൊത്തുചിത്രകലയുടെ ആദ്യമ മാതൃകകളെ ഈ ശിലായുഗത്തിൻ്റെ ചുമരുകളിലൂടെ അനുസ്മരിപ്പിക്കുന്നു. പ്രത്യേകമായ തലങ്ങളിൽ വെള്ളം വാർന്നു പോകുവാനുള്ള ഡ്രെയിനേജ് സംവിധാനത്തോടു കൂടി പ്രകൃതി ഒരുക്കിയ ഈ അത്ഭുതം സത്യത്തിൽ ഒരു അത്ഭുതം തന്നെയാണ്. ഈ ശിലകളിൽ നാം കാണുന്നത് സംസ്കൃതത്തിൻ്റെ പ്രാകൃത് ഭാഷയിലുള്ള ചില ലിഖിതങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് വായിക്കുവാനായിട്ട് പറ്റും. ബ്രഹ്മി, പ്രാകൃത് എന്നീ ഭാഗങ്ങളിൽ. ഇതിനെക്കുറിച്ച് ഇവിടെ പോൾ എന്ന ഇവിടുത്തെ ഗൈഡ് നമുക്ക് അതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് പറഞ്ഞു തരുന്നുണ്ട്. പ്രത്യേകിച്ച് അന്ന് കാലത്ത് ജീവിച്ചിരുന്ന മനുഷ്യരുടെ ചിത്രങ്ങൾ മുതിർന്ന ഒരു രാജാവിൻ്റേത് അല്ലെങ്കിൽ ഗോത്രത്തലവൻ്റേത് എന്ന് കരുതുന്ന ഒരു ചിത്രവും അതുപോലെ തന്നെ കുട്ടികളുടെ ചിത്രവും നമുക്കിവിടെ കാണാം. മുകളിൽ നിന്ന് വെള്ളിക്കീറ് പോലെ പ്രകാശത്തിൻ്റെ വലിയ വലയം താഴേക്ക് പതിക്കുന്നു. എത്ര വലിയ മഴ പെയ്താലും അവ പ്രകൃതിയിലൂടെ തന്നെ വാർന്നു പോകുന്ന ഡ്രെയിനേജ് സംവിധാനം ഈ ഗുഹയിൽ പ്രകൃതി ഒരുക്കി വച്ചിരിക്കുന്നു. 1901 മലബാറിലെ ജില്ലാ പോലീസ് സൂപ്രണ്ടായിരുന്ന എഫ് ഫോസൈറ്റാണ് ദക്ഷിണേന്ത്യൻ ചരിത്രരചനയിൽ വഴിത്തിരിവുണ്ടാക്കിയ എടയ്ക്കൽ ഗുഹകളെ ലോക ശ്രദ്ധയിൽ പെടുത്തുന്നത്. ആദിവാസികളുടെയും മുള്ളുക്കുറുമരുടെയും പണിയരുടെയും സഹായത്തോടെ കാട് വെട്ടി ഉണ്ടാക്കിയ വഴിയിലൂടെയാണ് അദ്ദേഹം ഇവിടേക്ക് എത്തിയതത്രേ. അദ്ദേഹം നടത്തിയ ഗുഹകളെ പറ്റിയുള്ള പഠനം ശ്രദ്ധേയമാണ്. അദ്ദേഹത്തിന് ശേഷം R.C. ടെൻഡ്, ബ്രൂസ് ഫൂട്ട്, ഡോക്ടർ ഷൂൾസ്, കോളിൻ മെക്കൻസി എന്നിവർ എടയ്ക്കൽ ഗുഹയെക്കുറിച്ചും സമീപത്തുള്ള പുരാതന പരിഷ്കൃതിയെക്കുറിച്ചും പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറുശിലായുഗ കാലഘട്ടത്തിൽ ഉണ്ടായതായിരിക്കാം ഇവ എന്നും. ക്രിസ്തുവിന് മുൻപ് 10,000 മുതൽ 4,000 വരെയാണ് ഇതിൻ്റെ കാലഘട്ടമെന്നും ഇവർ സൂചിപ്പിക്കുന്നു. ഇപ്പോൾ നാം കാണുന്ന ഈ ചിത്രങ്ങളിൽ ഒരു മുതിർന്ന ഗോത്രത്തലവൻ്റെ ചിത്രമുണ്ടല്ലോ, അതിന് സമീപത്തായുള്ള ആ എഴുത്തുകളെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ചരിത്രകാരന്മാർ പ്രത്യേകമായ പഠനത്തിലൂടെ കണ്ടെത്തിയിരിക്കുന്നു അത്രേ. അതുപോലെ തന്നെ സൂര്യനെ അടയാളപ്പെടുത്തുന്ന ചില ചിത്രങ്ങളും നമുക്കിതിൽ കാണുവാനായിട്ട് സാധിക്കും. ഡ്രോയിങ്സിന് 6000 വർഷം, അതിനുശേഷം 2 ലിഖിതമാണുള്ളത്. മുകളിൽ എഴുതിയിരിക്കുന്നത് തമിഴ് ബ്രഹ്മി എന്ന സ്ക്രിപ്റ്റും താഴത്തെ ലൈൻ പ്രാകൃത സംസ്കൃതം എന്ന സ്ക്രിപ്റ്റാണ്. അല്ലെ തമിഴ് ബ്രഹ്മി ഇങ്ങനെയാണ് വായിക്കുന്നത്: പലപുലി ചട്ടക്കാരി വേടുങ്കോ മലയെ കച്ചവനോ നന്ദു ചേർത്ത് എന്ന് വെച്ചാൽ അനേകം പുലികളെ കൊന്നൊരു രാജാവ് ആ കാലത്ത് ഈ മലയെ ജീവിച്ചിരുന്നത്. മാൻ ഹൂ കിൽഡ് ലോട്ട് ഓഫ് ടൈഗർ. സെക്കൻഡ് ലൈൻ ഇങ്ങനെയാണ്: ശ്രീ വിഷ്ണുവർമ്മന നാഹ കുടുംബീയ അതായത് കുലവരുത്തനസ്സ ലിഖിത എന്ന് വെച്ചാൽ കുടുംബീയ ഗോത്രത്തിൻ്റെ പിന്തുടർച്ചക്കാരനായി വിഷ്ണുവർമ്മനാൽ എഴുതിയിരിക്കുന്നത്. അങ്ങനെ മനുഷ്യർ വിവിധ ഗോത്ര സമൂഹങ്ങളായിട്ട് ഇവിടെ താമസിച്ചതിനൊരു തെളിവായിട്ടാണ് എടയ്ക്കൽ ഗുഹാ ചിത്രങ്ങൾ മനസ്സിലാക്കുന്നത്.